അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂൽ. കേരളത്തിൻ്റെ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, അതുപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനീയായ മേയർ, നമ്മുടെ പ്രിയങ്കരനായ PJ വിനോദ് MLA, ഹാജിസ് ബീരാൻ MP, TK അഷ്റഫ്, ബഹുമാനീയനായ സലാഹുദ്ദീൻ മദനി, പ്രിയമുള്ള അധ്യക്ഷവേദിയിലുള്ള സഹോദരന്മാരെ, ഡെപ്യൂട്ടി മേയർ സുധീർ അവരുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ അവസരമല്ല. കാരണം ഇവിടെ വിശദമായി സലാഹുദ്ദീൻ മദനി ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി. കൊറോസ എന്ന ഒരു പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ ഒരു പ്രാർത്ഥനാ നിരഭരമായ ഒരു സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പുല്ലേപ്പടിയിൽ ഓർഫനേജ് ആരംഭിക്കുമ്പോൾ എൻ്റെ പിതാവ് ഹാജി ഇസാ സേട്ടും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മഹ്മൂദ് ഇബ്രാഹിം സേട്ട്, അബ്ദുല്ല ഹാജി അഹമ്മദ് സേട്ട്, അതുപോലെ തന്നെ എന്നോടൊപ്പം സഹപ്രവർത്തനായി നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച താഹിർ സേട്ട്, അതുപോലെ തന്നെ PS മുഹമ്മദ് സാറ്, KS അബൂബക്കർ സാർ, അതുപോലുള്ള ധാരാളം പ്രവർത്തകർ, അവരുടെ എല്ലാം പ്രാർത്ഥനയും കഠിനമായ അവരുടെ ശൈലിയുമാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയത്. കേരളത്തിൻ്റെ അഭിമാനമായ മുഖ്യമന്ത്രി, കേരള ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി, നമുക്കെല്ലാം പ്രചോദനം നൽകുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തെ നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ ക്ഷണിച്ചിരിച്ചു. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ നിർവഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. സലാഹുദ്ദീൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. വളരെ സന്തോഷകരമായ ഒരു അനുഭവം. തീർച്ചയായും ഈ ഓർഫനേജിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ നമ്മുടെ കുട്ടികളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ. കൊറോസ എന്ന് പറയുമ്പോൾ കൊച്ചിൻ ഓർഫനേജ് ട്രസ്റ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി. അവരെ കാണുമ്പോൾ മനസ്സിന് നമുക്ക് സന്തോഷവും സമാധാനവും ചാരിതാർത്ഥ്യം തോന്നും. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, പരലോക വിജയം അതാണ് ഇതിൻ്റെ ലക്ഷ്യം. നാമൊക്കെ ഒരു ദിവസം മരണപ്പെടും. എല്ലാവരും മരണത്തിൻ്റെ രുചി നോക്കുക. തീർച്ചയായും നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മൾ നിർവഹിച്ച സേവനങ്ങൾ, നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് ചെയ്ത സേവനങ്ങൾ, അത് മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു സേവനം നിങ്ങളുടെ കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഇന്നൊരു യോഗം ഇവിടെ നമ്മൾ വിളിച്ചത്. അല്ലാതെ ഏതെങ്കിലും ബഹുമതിക്ക് വേണ്ടിയോ ഏതെങ്കിലും രീതിയിലുള്ള നമുക്ക് അംഗീകാരം കിട്ടാനോ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും അംഗീകരിപ്പിക്കാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതൊക്കെ അതിൻ്റെ വഴി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടന്നോളും. പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനാ നിരഭരമായൊരു കാര്യം. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന അതാണ് നമ്മുടെ മജ്ജ. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ സലാഹുദ്ദീൻ അതിനെ ഓരോന്നും അക്കമിട്ടോട് സൂചിപ്പിച്ചു. വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ചു. ഈ പ്രസ്ഥാനം നടത്തിയ സേവനങ്ങൾ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് നമ്മളിവിടെ നടക്കാൻ പോകുന്നത് 8 അപ്പാർട്ട്മെൻറ്റ്സ് കാഞ്ഞിരമറ്റത്തിനടുത്ത് പണിതത്. അതും നമുക്കറിയാം, കൊറോസയിലെ ഭാരവാഹികൾ, ഇവിടെ പഠിച്ച കുട്ടികൾ, അവർ സ്വന്തം താല്പര്യമെടുത്ത് പണിത ഒരു പരിപാടിയാണ്. നമ്മളുടെ ആരുടെയും പ്രയോജനം കൊണ്ടല്ല, അവർ സ്വന്തം തയ്യാറായി വന്നപ്പോൾ നമ്മൾ അതിനൊരു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള വാസ്തവമാണ്. അപ്പോൾ ഇത് വലിയൊരു ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ പ്രവർത്തനം ആ പേർക്ക് കൊടുക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 8 പേരെ ആണ്, 8 ഫാമിലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി 2 പേർക്കായിരിക്കും അത് ഇവിടെ കൊടുക്കുക. ഇനിയുള്ള പേരെ കറക്റ്റ് കണ്ടുപിടിച്ച് എല്ലാം അവിടെ
ക്ലിയറായി കിടക്കുക. അതിൻ്റെ ഒരു ചെറിയ ലഘു ചിത്രം ഇവിടെ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ടാവണം. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഈ സമൂഹത്തോടും നമ്മുടെ നാട്ടിനോടും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സേവനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താനും നാമെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിനുള്ള കഴിവും അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള നന്മകളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.